ഒരു കൊച്ചു കുഞ്ഞ് തനിക്ക് കളിക്കാനായി മൂർച്ചയുള്ള കത്തി ആവശ്യപ്പെട്ടാൽ നാം കൊടുക്കും. എന്നാൽ അതേ കുഞ്ഞ് തനിക്ക് വിശക്കുമ്പോൾ ആഹാരം ആവശ്യപ്പെട്ടാൽ സന്തോഷത്തോടെ കൊടുക്കുവാൻ നാം തയ്യാറാവില്ലേ? നാളുകളായി പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൽ നിന്നും ഇതുവരെ ഒരു മറുപടി പ്രാപിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ തങ്ങൾ ദൈവത്തോട് ചോദിച്ചത് കർത്താവിന്റെ ഹിതം ഉള്ളതായിരുന്നോ ഇല്ലായിരുന്നോ എന്ന് ഒട്ടുമിക്ക ആൾക്കാരും ഇത് ചോദിക്കാറില്ല. നമ്മുടെ സ്വർഗീയ പിതാവ് ചിലത് നിഷേധിച്ചപ്പോൾ അതിൻ്റെ പിന്നിലെ കാരണത്തെ ഗ്രഹിക്കാതെ കർത്താവിൽ നിന്നും അകലുന്ന തങ്ങൾക്കിടയാക്കുന്നു. കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ നന്മയാണെങ്കിൽ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് തൻ്റെ ഹിതം ആരായാൻ അടുത്തുകയും നന്മയും പൂർണ്ണതയും പ്രസാദവും ദൈവത്തിൻ്റെ നിവർത്തീകരണത്തിന് ധൈര്യമായി പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവം നിശ്ചയമായും അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും ചോദിച്ചാൽ അവൻ നമ്മെ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനിലുള്ള ധൈര്യമാണ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം.